സോളിഡ് സ്റ്റേറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് പറഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 3 dimensional അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ് ആണ്. അതായത് എങ്ങനെയാണ് ഒരു ക്രിസ്റ്റലിൽ ഉള്ള പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നമ്മളൊന്ന് പറയാം, ക്രിസ്റ്റൽ ലാറ്റിസ് പറയാം. അപ്പോൾ അതിലിപ്പോൾ ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ 3 dimensional ഫിഗേഴ്സ് ആണ്. സോ ഇമാജിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. അപ്പോൾ ഇങ്ങനെ 3 dimensional ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തപ്പോൾ ഓരോന്നിനും ഈ ഓരോ പോയിന്റ്സിനും നമ്മൾ എന്ത് പറയും, ലാറ്റീസ് പോയിന്റ്സ് പറയും. ഈ ലാറ്റീസ് പോയിന്റ് പറഞ്ഞാൽ നമ്മൾ ഏത് ക്രിസ്റ്റലാണ് കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താവും, ആറ്റം ആകാം, അയോൺ ആകാം, മോളിക്യൂൾ ആവാം, എന്തും ആവാൻ പറ്റും, മെറ്റൽ ആവാം, എന്തും ആവാം. ഒരു ലാറ്റീസ് പോയിന്റ് പറഞ്ഞാൽ എന്തിൻ്റെ ക്രിസ്റ്റലാണോ നമ്മൾ എടുക്കുന്നത് അതിലുള്ള ഒരു പാർട്ടിക്കിൾ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ലാറ്റീസ് പോയിന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്നത് നമ്മൾ സ്പിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്പിയേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെ വന്നാലും എന്ത് വരും, ഗ്യാപ്സ് വരും. ആ ഗ്യാപ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഇന്റർസ്റ്റിഷ്യൽ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റീസ് പറഞ്ഞാൽ 3 dimensional അറേഞ്ച്മെന്റ് ആണ്. ഓരോ പാർട്ടിക്കിളിൽ നമ്മൾ ലാറ്റീസ് പോയിന്റ് പറയും. അതിൻ്റെ ഇടയിലുള്ള വേക്കൻറ്റ് സ്പേസിനെ നമ്മൾ ലാറ്റീസ് സൈറ്റ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് യൂണിറ്റ് സെല്ലാണ്. വാട്ട് ഈസ് യൂണിറ്റ് സെൽ? യൂണിറ്റ് സെല്ല് പറഞ്ഞാൽ നമ്മളൊരു കോമ്പൗണ്ട്, നിങ്ങൾ പല കോമ്പൗണ്ട്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, മോളിക്യൂൾസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിന് നമുക്ക് എന്താ പറയുക, ആറ്റം എന്ന് പറയും. അതേപോലെ ഒരു ക്രിസ്റ്റൽ ലാറ്റീസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, യൂണിറ്റ് സെൽ എന്ന് പറയുക. അപ്പോൾ യൂണിറ്റ് സെല്ല് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റീസ്, അതിനെയാണ് എന്താ പറയുക, യൂണിറ്റ് സെല്ല് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ, ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തതെന്നുള്ളതനുസരിച്ചിട്ട് എന്തുണ്ട്, 14 ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലുണ്ട്. അപ്പോൾ 14 ടൈപ്പ് ഓഫ് ലാറ്റീസസിൽ അത് കണ്ടുപിടിച്ചത് ബ്രോവൈസ് എന്നുള്ള സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബ്രോവൈസ് ലാറ്റീസസ് എന്ന് പറയും. ഓക്കെ, Brovise lattice, there are 14 type of lattices. അതിൽ മെയിനായിട്ട് പ്രിമിറ്റീവ് ആയിട്ട് വരുന്നത് എന്താണ്, 7 എണ്ണമാണ്. അതായത് ക്യൂബിക്, അങ്ങനെ 7 സിസ്റ്റമാണ്, ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് എന്തുള്ളത് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ചിലതിൻ്റെ കേസിൽ എന്ത് വരും, എക്സ്ട്രാ പാർട്ടിക്കിൾസ് അതിൻ്റെ ഫേസിൽ വരും. അങ്ങനെ നമ്മൾ ഇതാക്കുന്നതാണെന്നുള്ളത് ചിലത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 7 ടൈപ്പ് ഓഫ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് യൂണിറ്റ് സെൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കേസിൽ അത് ഡിഫറെൻ്റ് ടൈപ്പിൽ വരും. മെയിനായിട്ട് 2 ടൈപ്പാണ് വരിക. ഒന്ന് പ്രിമിറ്റീവാണ്, രണ്ടാമത്തേതാണ് സെൻറ്റേർഡ്. പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേർഡ്. പ്രിമിറ്റീവ് പറഞ്ഞാൽ കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. കാരണം എന്താ, കോർണേഴ്സിൽ പാർട്ടിക്കിൾ പറഞ്ഞാൽ ഒരു മസ്റ്റാണ്. കാരണം എന്താ, നമ്മൾ ആ പാർട്ടിക്കിൾസിനെയാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് കോർണറിൽ എന്തായാലും എന്തുണ്ടാവും, പാർട്ടിക്കിൾസ് അവിടെ വരും. അതുകൊണ്ട് കോർണറിൽ മാത്രം പാർട്ടിക്കിൾ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, പ്രിമിറ്റീവ് യൂണിറ്റ്സ് എന്ന് പറയാം. രണ്ടാമത്തേത് പറഞ്ഞാൽ സെൻറ്റേർഡ് ആണ്. സെൻറ്റേർഡ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സെൻറ്റേർഡ് വരും. അതായത് ഫേസ് സെൻറ്റേർഡ്, പേരിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഫേസിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾ ഉണ്ട്. പിന്നെ രണ്ടാമത് ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡ് പറഞ്ഞാൽ ബോഡിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ പാർട്ടിക്കിൾ ഉണ്ട്. എഡ്ജ് സെൻറ്റേർഡ്. എഡ്ജ് സെൻറ്റേർഡ് പറഞ്ഞാൽ എഡ്ജിൻ്റെ സെൻറ്ററിൽ നിന്നുണ്ട് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്ത് വരും. ഏതിലാണെങ്കിലും എന്തുണ്ടാവും, കോർണേഴ്സിൽ പാർട്ടിക്കിൾ നിർബന്ധമാണ്. കാരണം എന്താ, കോർണേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് കോർണേഴ്സിൽ പാർട്ടിക്കിൾ പറഞ്ഞാൽ ഇത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ പ്രിമിറ്റീവ് ഉണ്ട്, സെൻറ്റേർഡ് ഉണ്ട്. സെൻറ്റേർഡിൽ തന്നെ ഫേസ് സെൻറ്റേർഡ് ഉണ്ട്, പിന്നെ ബോഡി സെൻറ്റേർഡ്, പിന്നെ എഡ്ജ് സെൻറ്റേർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 ടൈപ്പ് യൂണിറ്റ് സെൽ ഉണ്ടെന്ന്. 7 ടൈപ്പ് യൂണിറ്റ് സെല്ലാണ് ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. അപ്പോൾ അതിലുള്ള എഡ്ജ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പും ആക്സിയൽ ആംഗിൾ തമ്മിലുള്ള റിലേഷനുമാണ്. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ എഡ്ജ് ലെങ്ത് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും എഡ്ജുകളുടെ ലെങ്ത് ആണ്. അത് A, B, C എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിന് നമ്മൾ ആൽഫ ആണ്, ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിന് ബീറ്റ ആണ്, സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിന് നമ്മൾ എന്താണ്, ഗാമ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓരോ യൂണിറ്റ് സെല്ലും എന്ത് ചെയ്യും, മാറും.
അപ്പോൾ അങ്ങനെ വരും. ഇപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പാണത് ക്യൂബിക്. ക്യൂബിക് നിങ്ങളൊരു ക്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്യൂബിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? 90 ആയിരിക്കും. അതായത് A = B = C ആയിരിക്കും, ആൽഫയും ബീറ്റയും ഗാമയും എന്തായിരിക്കും? 90 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പാണത് ടെട്രഗണൽ. ടെട്രഗണൽ പറഞ്ഞാൽ അപ്പോൾ ഒരു ക്യൂബിനെ നിങ്ങൾ ഒരു ഭാഗത്തേക്ക് കുറച്ച് നീക്കിയാൽ, എക്സാമ്പിൾ ഒരു ചോക്ക് ബോക്സ് പോലെ, അപ്പോൾ എന്തായിരിക്കും? രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ആംഗിൾസ് ഒക്കെ എന്താ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആംഗിളൊക്കെ എന്തായിരിക്കും? 90 ആയിരിക്കും. മൂന്നാമത് പറഞ്ഞാൽ ഓർത്തോറോംബിക്. എക്സാമ്പിൾ ഒരു മാച്ച് ബോക്സ് പോലെ. എന്താണ്? എല്ലാ സൈഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആംഗിളൊക്കെ എന്തായിരിക്കും? 90 ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പാണ് ഹെക്സഗണൽ. ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗൺ എങ്ങനെ ഉണ്ടാവുക? താഴെ ഒരു ഹെക്സഗണൽ ഷേപ്പ് ഉണ്ടാകും, പിന്നെ മുകളിലേക്ക് കുറച്ച് വീണിട്ട് ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ താഴെയുള്ള ഹെക്സഗണിലുള്ള ഷേപ്പുള്ള എന്തായിരിക്കും? എല്ലാം സെയിം ആയിരിക്കും. ഇങ്ങനെ വരുന്നതിൻ്റെ എന്തായിരിക്കും? ഡിഫറെൻറ്റ്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, എയും ബിയും ഈക്വൽ ആയിരിക്കും, സി എന്താവില്ല? ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ആംഗിൾസ് എന്തായിരിക്കും? ആൽഫയും ബീറ്റയും 90 ആയിരിക്കും, കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ്. ഗാമ എന്താണ്? ഹെക്സഗണിൻ്റെ ഉള്ളിലാണ്, സോ അതെന്തായിരിക്കും? 120 ആയിരിക്കും. പിന്നെ വരുന്നത് റോംബോഹെഡ്രലാണ്. റോംബോഹെഡ്രൽ പറഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് ചെരിഞ്ഞൊരു ടൈപ്പാണ് ഉണ്ടാവുക. അതുകൊണ്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം ക്യൂബിനെ പോലെ തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, പക്ഷേ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഡിഫറൻസ് എന്താ? നോട്ട് ഈക്വൽ ടു 90 ആയിരിക്കും. പിന്നെ ഉള്ളത് മോണോക്ലിനിക് ആണ്. മോണോക്ലിനിക് ആകുമ്പോൾ എന്താണ്? എല്ലാ സൈഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ എന്താണ്? രണ്ട് ആംഗിൾ 90 ആയിരിക്കും, മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കില്ല? 90 ആവില്ല. അതായത് നമ്മളൊരു ഓപ്പൺ ബുക്കാണ്, ഇതിന് എക്സാമ്പിൾ പറയാം. ഓപ്പൺ ബുക്ക് നമ്മൾ തുറന്നു പഠിച്ചൊരു ബുക്ക്. അപ്പോൾ അതിൻ്റെ ആംഗിൾ എന്താ? രണ്ട് ആംഗിൾ 90 ആയിരിക്കും, മറ്റേ ആംഗിൾ എന്തായിരിക്കില്ല? 90 ആവും. ലാസ്റ്റത്തേതാണ് ട്രൈക്ലിനിക്. ട്രൈക്ലിനിക് പറഞ്ഞാൽ ഒരു ആംഗിളും ഈക്വൽ ആവില്ല, ഒരു സൈഡും ഉണ്ടാവില്ല, ഈക്വൽ ആവില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാം? അതന്നെ ട്രൈക്ലിനിക്. അപ്പോൾ 7 ടൈപ്പ് ഓഫ് ക്യൂബിക് സെൽസ് ഉണ്ട്. യൂണിറ്റ് സെൽ, ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. അതിൻ്റെ എഡ്ജ് ലെങ്ത്തും ആക്സിയൽ ആംഗിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണം. 1 മാർക്കിനായിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിനെ വിശദമായിട്ട് പഠിക്കാറുണ്ട് ക്യൂബിക് സെൽസിനെ പറ്റി. ക്യൂബിക്കിൽ തന്നെ നിങ്ങൾക്ക് 3 ടൈപ്പ് ക്യൂബിക് പഠിക്കാനുണ്ട്. ഒന്ന് സിമ്പിൾ ക്യൂബിക്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ പറഞ്ഞത് ഇവിടെ മാത്രമേ പ്രിമിറ്റീവ് ആണ്. സിമ്പിളിൻ്റെ മറ്റൊരു പേരാണ് പ്രിമിറ്റീവ്. അപ്പോൾ സിമ്പിൾ പറഞ്ഞാൽ എവിടെ മാത്രമേ പാർട്ടിക്കിൾസ് വരുള്ളൂ? ഓൺലി അറ്റ് ദ കോർണേഴ്സ്. So particles present only at the corners. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഒരു സിമ്പിൾ ക്യൂബിക് പറയാം. എല്ലാ 8 കോർണറിലും മാത്രമേ എന്ത് വരുള്ളൂ? പാർട്ടിക്കിൾസ് വരുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ബോഡി സെൻറ്റേർഡ് ആണ്. ബോഡി സെൻറ്റേർഡ് പറഞ്ഞാൽ എന്തുണ്ടാവും? കോർണറിൽ പാർട്ടിക്കിൾ എന്തായാലും ഉണ്ടാവും. കാരണം എന്താ? നമ്മൾ ആ കോർണറിനെ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കോർണറിൽ എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടാകും. പിന്നെ ബോഡിയുടെ സെൻറ്ററിലായിട്ടൊരു പാർട്ടിക്കിൾ ഉണ്ടാകും. ഇതാണ് എന്ത്? സിമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. നെക്സ്റ്റ് ഇസ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ എന്ത്? ബോഡിയുടെ സെൻറ്ററിലുണ്ടാവും എന്താണ്? ഫേസിൻ്റെ സെൻറ്ററിലുണ്ടാവും, അതേപോലെ തന്നെ 8 കോർണേഴ്സിലും എന്തുണ്ടാവും? പാർട്ടിക്കിൾസ് വരും. ഇതിനെയാണ് എന്ത് പറയുക? ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. അപ്പോൾ ഇതിൻ്റെ 6 ഫേസിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടാവും? പാർട്ടിക്കിൾസ്. അങ്ങനെ 6 ഫേസിൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിൾസ് വരും. അതുകൊണ്ട് ഇതിനെന്ത് പറയും? നമ്മൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് പറയും. അപ്പോൾ സിമ്പിൾ ക്യൂബിക് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. ബോഡി സെൻറ്റേർഡ് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ കോർണർ ആൻഡ് അറ്റ് ദ ബോഡി സെൻറ്റർ. അതേപോലെ തന്നെ ഫേസ് സെൻറ്റേർഡ് ആണെങ്കിൽ എന്താണ്? അതെന്താണ് ഉണ്ടാവുക? ഫേസിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് പാർട്ടിക്കിൾ വരിക. ഇതിൻ്റെ കേസിൽ, ക്യൂബിൻ്റെ കേസിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്യൂബിൻ്റെ കേസിൽ എന്താണ്? പാർട്ടിക്കിൾസ് വരിക എല്ലാ ഫേസും സെയിമാണ്. അതുകൊണ്ട് എഡ്ജ് സെൻറ്റേർഡ് എന്നൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. എഡ്ജ് പറഞ്ഞാൽ ഇതില്ല. ടെട്രഗണൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഡ്ജ് സെൻറ്റേഴ്സ് വരും. എഡ്ജ് സെൻറ്ററിൽ 2 എഡ്ജിൽ മാത്രം വരും. ഓക്കെ. അപ്പോൾ ഇതിൽ ഓരോന്നിലും എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ക്യൂബ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് പറഞ്ഞ അങ്ങനത്തെ കുറേ ക്യൂബ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങളുടെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്ക് ഉണ്ടാവും ഒരു ക്യൂബ് ഉണ്ടാവും. അതേപോലെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു പ്ലെയിനിൽ 4 വരും. ഇതേപോലെ തന്നെ അടുത്ത പ്ലെയിനിൽ എന്ത് വരും? 4 വരും. അപ്പോൾ ഈ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ വിൽ ബി ഷെയർഡ് ബൈ
8 particles. അപ്പോൾ ഒരു particle corner is shared between 8 unit cells. 8 unit cells ആണ്. ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ഉണ്ടാവും? അതിൻ്റെ 1/8 പാർട്ടിക്കിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു കോർണറിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ അറ്റ് ദ കോർണർ ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽ. സോ അതിൻ്റെ ഒരു പാർട്ടിക്കിൾ ഒരു കോർണറിൽ എത്ര ഉണ്ടാവുള്ളൂ? 1/8 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ എത്ര ടോട്ടൽ പാർട്ടിക്കിൾ എത്ര കോർണേഴ്സ് ഉണ്ട്? 8 കോർണർ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പറഞ്ഞാൽ 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക്ക് പറഞ്ഞാൽ ടോട്ടലായിട്ട് എന്ത് ഉണ്ടാവുള്ളൂ? ഒറ്റ പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. 8 കോർണറിലുണ്ട്. അപ്പോൾ കോർണറിൽ എത്ര പാർട്ടിക്കിൾ വരും? 8 × 1/8. പിന്നെ ഉള്ളിലുള്ളത് പറഞ്ഞാൽ നോ ഷെയറിങ്. സോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സെൻറ്ററിൽ എന്തുണ്ടാവും? 1 പാർട്ടിക്കിൾ. സോ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പറഞ്ഞാൽ 1 + 1 ദാറ്റ് ഈസ് BCCയിൽ എന്തുണ്ടാവും? 2 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഫേസ് സെൻറ്റർ ആകുമ്പോൾ അതേപോലെ തന്നെ എന്തുണ്ടാവുക? കോർണറിൽ എന്തുണ്ട്? 8 പാർട്ടിക്കിൾ ഉണ്ട്. 8 × 1/8. അതുകൊണ്ട് അതെന്താണ്? 1 ആണ്. രണ്ടാമത്തെ എവിടെയുള്ളത്? ഫേസ് സെൻറ്ററിൽ. ഫേസിൻ്റെ ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഫേസ് ആണ്. ഫേസ് ആണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് മാത്രമേ പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഒരു ഫേസിൽ ഹാഫ് ഉണ്ടാകും, മറ്റേ ഫേസിൽ എന്തുണ്ടാവും? ഹാഫ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഫേസിലുള്ള പാർട്ടിക്കിൾ ഷെയർഡ് ബൈ 2 യൂണിറ്റ് സെൽസ്. 2 യൂണിറ്റ് സെൽ ആകുമ്പോൾ ഒരു ഇതിനെത്ര ഉണ്ടാവും? 1/2. അപ്പോൾ അങ്ങനത്തെ എത്ര ഫേസ് ഉണ്ട് ഒരു ക്യൂബിന്? 6 ഫേസ്. അപ്പോൾ 6 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ ടോട്ടൽ എത്രയാണ്? 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പാർട്ടിക്കിൾസ്. അപ്പോൾ സിമ്പിൾ ക്യൂബ് ആകുമ്പോൾ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ 8 യൂണിറ്റ് സെല്ലായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് എന്തുണ്ടാവും? 1/8 മാത്രമേ ഉണ്ടാവുള്ളൂ. കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ. അതുകൊണ്ട് 8 × 1/8 1 പാർട്ടിക്കിളാണ് ഉണ്ടാവുക. ബോഡി സെൻറ്റേർഡ് ആകുമ്പോൾ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. എക്സ്ട്രാ ആയിട്ട് എവിടെ വരും? ബോഡിയുടെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതുകൊണ്ട് അത് എന്ത് വരും? 1 പാർട്ടിക്കിൾ അവിടെ വരും. ഫേസ് സെൻറ്റേർഡ് ആകുമ്പോൾ കോർണറിൽ 1 പാർട്ടിക്കിൾ ഉണ്ട്. അതേപോലെ തന്നെ ഫേസിൽ 6 ഫേസിൽ ഹാഫ് വീതം വന്നിട്ട് 3 പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്തുണ്ടാവും? 4 പാർട്ടിക്കിൾസ്. അപ്പോൾ സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ ഒരു പാർട്ടിക്കിൾ, ബോഡി സെൻറ്റേർഡ് ആണെങ്കിൽ 2 പാർട്ടിക്കിൾ. അതേപോലെ തന്നെ എന്താണ്? ഫേസ് സെൻറ്റേർഡ് ആകുമ്പോൾ എന്താണ് ഉള്ളത്? 3 പാർട്ടിക്കിളാണ് അവിടെ. 4 പാർട്ടിക്കിളാണ്. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക്കിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. ബോഡി സെൻറ്റർ ക്യൂബിക് ആണെങ്കിൽ 2 പാർട്ടിക്കിൾ ഉണ്ടാവും. ഫേസ് സെൻറ്റർ ക്യൂബിക് ആണെങ്കിൽ എന്തുണ്ടാവും? 3 പാർട്ടിക്കിളാണ് എന്ത് ചെയ്യുക അവിടെ വരുന്നത്. ഇനിയുള്ള അടുത്ത് പഠിക്കാനുള്ളത് ക്ലോസ് പാക്കിംഗ് ആണ്. ക്ലോസ് പാക്കിംഗ് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അതിനെയാണ് എന്താ പറയുക? ക്ലോസ് പാക്കിംഗ്. ഇതിലുള്ള പാർട്ടിക്കിൾസിനെ എല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്ഫിയേഴ്സ് ആയി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ലൈനിൽ മാത്രം അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനാണ് നമ്മളെന്ന് പറയാം 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അതായത് ഒരു സ്ഫിയറിനെ തൊട്ട് അടുത്ത സ്ഫിയർ അങ്ങനെ അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയാം? 1 ഡയമെൻഷണൽ സ്ഫിയർ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മളത് പറയുന്നത് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇതിൻ്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. ചിന്തിക്കാനൊന്നുമില്ല, ഒറ്റ ലൈനിൽ മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് കോർഡിനേഷൻ നമ്പർ പറഞ്ഞാൽ 2 ആണ്. രണ്ടാമത്തേത് അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? സെക്കൻഡ് ടൈപ്പ് എന്തായിരിക്കും? 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷനിൽ എന്ത് ചെയ്യും നമ്മൾ? ക്ലോസ് പാക്ക് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ഒരു ലെയർ നമ്മൾ പാർട്ടിക്കിൾസ് എല്ലാം ഒരേ സൈസാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യണേ. ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഫോട്ടോയാണ്. അപ്പം 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ലെയറിനെ നമ്മൾ ജസ്റ്റ് ബിലോ ദ ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെയറിൻ്റെ സ്പിയേഴ്സിൻ്റെ നേരെ താഴെയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ലെയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്താണ്? സെക്കൻഡ് ലെയറിൻ്റെ ഡിപ്രഷൻസിൽ അല്ലെങ്കിൽ ആ ഗ്യാപ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ലെയറിനെ പ്ലേസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ ക്ലോസ് പാക്കിംഗ് ആണ് എന്താ പറയുക നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. കാരണം എന്താ ഇപ്പം നമ്മൾ പിന്നെ നമ്മൾ ഇതിനെ ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ എടുത്ത് അതിനെ ടച്ച് ചെയ്യുന്ന സ്ഫിയേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്ത് അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും ഒരു സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് അതിനെന്ത് പറയും നമ്മൾ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. അടുത്തത് ഇതാണ് എന്താ ഡിപ്രഷൻസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതാക്കി അതിനെ ടച്ച് ചെയ്യുന്ന സ്ഫിയേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്ത ഷേപ്പ് എന്താ കിട്ടുക ഹെക്സഗൺ. സോ ഇതിനെന്ത് പറയും നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സോ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെയറിന് നേരെ താഴെയാണ് നമ്മൾ സ്ഫിയേഴ്സിന് നേരെ താഴെ നെക്സ്റ്റ് ലെയറിനെ പ്ലേസ് ചെയ്യുന്നത്. ഹെക്സഗണിലാകുമ്പോൾ ഫസ്റ്റ് ലെയർസിൻ്റെ ഡിപ്രഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്കൻഡ് ലെയറിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും 4 ആണ്. കാരണം എന്താ ഓരോ സ്ഫിയറും 4 സ്ഫിയറിനെയാണ് എന്ത് ചെയ്യുന്നത് ടച്ച് ചെയ്യുന്നത്. ആ സ്ഫിയേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ക്വയറിൻ്റെ ഷേപ്പ് കിട്ടും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാകുമ്പോഴോ ഓരോ സ്ഫിയർ ടച്ച് ചെയ്ത സ്ഫിയേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്താലും ഒരു ഹെക്സഗണിൻ്റെ ഷേപ്പ് കിട്ടും. കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 ടൈപ്പ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇനി ലാസ്റ്റ് ടൈപ്പാണ് അതായത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആണ് ഇസ് ഇമ്പോസിബിൾ ടു ഡ്രോ ഓൺ എ ബോർഡ്. സോ യു ഹാവ് ടു ഇമാജിൻ. ഓക്കെ, അപ്പോൾ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ആദ്യം നമ്മൾ 2 ഡയമെൻഷൻ എടുക്കണം. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് അപ്പോൾ എന്തായാലും ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടാകും. കാരണം എന്താ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ 2 ഡയമെൻഷൻ വരാം. അതേപോലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ ഇതേപോലെ നമ്മൾ സ്ക്വയർ പറഞ്ഞാൽ നേരെ സ്ഫിയേഴ്സിന്റെ മുകളിൽ തന്നെയാണ് അടുത്ത ലെയർ വെക്കുക. ഇതേപോലത്തെ ഒരു ലെയറും കൂടെ അതിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഓരോ പോയിന്റ്സിനെയും ജോയിൻ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും ഇത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ 3 ഡയമെൻഷണൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂബാണ്. സോ നമുക്ക് എന്ത് കിട്ടും അവിടെ ക്യൂബിക് സ്ട്രക്ചർ കിട്ടും. അതായത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ. അതായത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിന്റെ ഫസ്റ്റ് ടൈപ്പാണ് ഇത് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇതേപോലെ അടുത്ത ലെയറിനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അതെന്ത് വരും പാർട്ടിക്കിൾസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറാണ് എന്ത് ചെയ്യുക കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ കിട്ടും. അതിന് അതായത് ഓരോ ലെയറും സിമിലർ ടു ദ ഫസ്റ്റ്. ഇപ്പോൾ ഇത് നമ്മൾ എ ലെയറിന് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലെയർ വന്നിരിക്കും എക്ക് സിമിലർ ആയിരിക്കും. അപ്പോൾ അതായത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക ചെയ്യാം. ഏത് എടുത്താലും ഇതന്നെയായിരിക്കും അവിടെ തന്നെയാണ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പോൾ സ്ക്വയറിന്റെ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് ഒന്നേ പോസിബിൾ ഉള്ളൂ. അതാണ് സിമ്പിൾ ക്യൂബിക് മാത്രമേ പോസിബിൾ ആവുള്ളൂ. പക്ഷേ ഹെക്സഗണിലാവുമ്പോൾ അങ്ങനെയല്ല. ഹെക്സഗണിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അടുത്ത ലെയറിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ഇതിൻ്റെ മേലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുക ഈ ഗ്യാപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഇങ്ങനെ ഉണ്ടാവും. ഒരു സ്ഫിയർ ഇങ്ങനെ 3 സ്ഫിയേഴ്സ് ഇങ്ങനെ വരും. അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്ത് അടുത്തൊരു സ്ഫിയർ എന്ത് ചെയ്തു ക്ലോസ് ചെയ്തു. അതേസമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ പാർട്ടികളാണ് ഇങ്ങനെ ഉണ്ടാവുക. ഒരു ലെയറിൽ എന്തുണ്ടാവും 3 പാർട്ടികൾ ഇങ്ങനെ വരും. അടുത്ത ലെയറിൽ എങ്ങനെ വരും തിരിച്ച് ഡയറക്ഷൻ ഇങ്ങനെയാണ് ഗ്യാപ്പ്. അതായത് ഇവിടെ ഒരു 4 സ്ഫിയേഴ്സ് വരുന്ന ഒരു ഹോൾ വരും. ഇവിടെ എന്ത് വരും ഒരു 6 സ്ഫിയേഴ്സ് വരുന്ന ഒരു ഹോൾ വരും. അതായത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ നമ്മൾ അടുത്തൊരു ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് ഹോൾസ് വരും. ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് ഒരു ലെയറിൽ 3 ഹോളും അതിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു സ്ഫിയർ. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്.
അടുത്തത് പറഞ്ഞാൽ ഒരു ലെയറിൽ 3 എണ്ണം, ഇങ്ങനെ 3 എണ്ണം വരും. അടുത്ത ലെയറിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് 3 എണ്ണം വരും, അങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഗ്യാപ്പ് വരും. അതായത് ഈ ലെയർ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ 2 ടൈപ്പ് ഓഫ് വേക്കൻസി ഹോൾസ് വരും. അതിനെയാണ് നമ്മളെന്ത് പറയുക, ഇങ്ങനത്തെ ഹോൾസിനെയാണ് നമ്മളെന്ത് പറയുക, വോയിഡ് പറയുക. വേക്കൻറ്റ് സ്പേസസ് പ്രസന്റ്. ഈ വോയിഡിന് ഒരു ടെട്രാഹെഡ്രന്റെ ഷേപ്പാണ് ഉണ്ടാവുക. ടെട്രാഹെഡ്രൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം കുറേ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയും, നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയും. ഇതിന് നമ്മൾ എന്ത് പറയും, ഒക്ടാഹെഡ്രൽ വോയിഡ് പറയും. അപ്പോൾ സെക്കൻഡ് ലെയറിന് പ്ലേസ് ചെയ്ത 2 ടൈപ്പ് വോയിഡ്സ് വരും. ഫസ്റ്റ് വൺ ഈസ് ടെട്രാഹെഡ്രൽ വോയിഡ്, സെക്കൻഡ് വൺ ഈസ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ 4 സ്പിയേഴ്സ് ആണ് ഉണ്ടാവുക. ഒക്ടാഹെഡ്രൽ വോയിഡിനാണെങ്കിൽ എന്താ ഉണ്ടാവുക, 3 സ്പിയേഴ്സ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒരു ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയുണ്ടാവും. രണ്ടാമത്തെ ഒരു പാട്ടി. ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, ഒരു ഇങ്ങനെ 3 ട്രയാങ്കിൾ വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എങ്ങനെ വരും, ഇങ്ങനെയാണ് എന്തുണ്ടാവുക, ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഇവിടെ നിന്നാണ് കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തമായൊരു ക്രിസ്റ്റലിൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ n പാർട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ടാവും, 2n നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാകും, n നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്. അതായത് 2n ടെട്രാഹെഡ്രൽ വോയിഡ് ആൻഡ് n ഒക്ടാഹെഡ്രൽ വോയിഡാണ് ഇതിലുണ്ടാവുക. ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് എന്ത് ചെയ്യുക ഉണ്ടാവും. അപ്പോൾ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സെക്കൻഡ് ലെയറിന് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ് വരും. ഒന്നിനെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് പറയും, ഫോംഡ് ബൈ 4 പാർട്ടിക്കിൾസ് ആണ്. അതിന് ടെട്രാഹെഡ്രൽ ഷേപ്പാണ് ഉണ്ടാവുക. അതിൻ്റെ ഒക്ടാഹെഡ്രൽ വോയിഡ്, ഒക്ടാഹെഡ്രൽ വോയിഡ് പറഞ്ഞാൽ ഫോംഡ് ബൈ 6 പാർട്ടിക്കിൾസ് ആണ്. അതിൻ്റെ ഒക്ടാഹെഡ്രൽ ഷേപ്പാണ് ഉണ്ടാവുക. അതിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണെങ്കിൽ 2n ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാകും, n ഒക്ടാഹെഡ്രൽ വോയിഡും എന്തുണ്ടാവും അവിടെ ഉണ്ടാകും. ഓക്കെ, ഇനി അപ്പോൾ 3rd ലെയറിൽ പ്ലേസ് ചെയ്യുമ്പോൾ 2 രീതി പ്ലേസ് ചെയ്യാം. എങ്ങനെയാണ് പ്ലേസ് ചെയ്യാം, ഒന്നുകിൽ ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്യുന്ന പോലെ പ്ലേസ് ചെയ്യാം, അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഒക്ടാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്യുന്ന പോലെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ലെയർ ഇപ്പോൾ E ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെയർ B ആണെങ്കിൽ, ഇഫ് യു ആർ കവറിങ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്സ്, അപ്പോൾ 3rd ലെയർ വീണ്ടും വന്നിരിക്കും A ആയിരിക്കും. ഈ പാറ്റേൺ തന്നെ എന്തെങ്കിലും പോകും, റിപ്പീറ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് കവറിങ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അപ്പോൾ എന്തുണ്ടാവും, A B ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് അവിടെ ഉണ്ടാവുന്നത്. അതായത് A B വരും, പിന്നെ വീണ്ടും A വരും, B വരും, അങ്ങനെ അടുത്ത ലെയർ അങ്ങനെയാണ് ചെയ്യുന്നത് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് എ ബി ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാം, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അത് കാണിക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം ആൻഡ് സിങ്ക് പോലുള്ള എലമെന്റ്സ് ആണ് എന്ത് കാണിക്കുക, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് കാണിക്കുക. ഇനി നിങ്ങളെ കേസിൽ 2 ഹെക്സഗണൽ പഠിച്ചു, അതായത് 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലും അല്ലേ. അപ്പോൾ വെറുതെ ഹെക്സഗണൽ HCP എന്നാണ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, 3 ഡയമെൻഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇഫ് യു ആർ കവറിംഗ് ദ ടെട്രാഹെഡ്രൽ വോയിഡ് എ ബി പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യുക. അതിന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. മെയിനായിട്ട് മെഗ്നീഷ്യം സിങ്ക് പോലുള്ള എലമെന്റ്സിന്റെ കേസിലാണ് എന്ത് കാണിക്കുക, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് കാണിക്കുക. നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മൾ കവറിംഗ് ദ ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഒക്ടാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3rd ലെയർ ഡിഫറെൻ്റ് ആയിരിക്കും. 4th ലെയറിലാണ് വീണ്ടും റെപ്പിറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ബി സി പാറ്റേൺ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫേസ് സെന്റേർഡ് ക്യൂബിക് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. വെറുതെ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫേസ് സെന്റേർഡിനെയാണ്. സിമ്പിൾ ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ക്യൂബിക് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, കോപ്പർ പോലുള്ള എലമെന്റ്സ് ആണ് എന്ത് ചെയ്യുക, ഏത് കാണിക്കുക, എ ബി സി, അതായത് ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഫേസ് സെന്റേർഡ് ആണെങ്കിലും CCP ആണെങ്കിലും HCP ആണെങ്കിലും ഒക്കെ അല്ലേ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പറഞ്ഞാൽ എന്താണ്, 4 ആണ്. നമ്മൾ നേരത്തെ FCCന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കണ്ടത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കേസിലൊക്കെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്തായിരിക്കും, 4 ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലോസ് പാക്കിംഗ് 1 ഡയമെൻഷനിലാണ്, ഒറ്റ ഡയറക്ഷനിൽ ഉണ്ടാവുള്ളൂ. 2 ഡയമെൻഷനിൽ 2 ടൈപ്പ് ഉണ്ട്, സ്ക്വയറും ഹെക്സഗണലും. സ്ക്വയറിൻ്റെ കേസിൽ 4 ആണ് കോർഡിനേഷൻ നമ്പർ, ഹെക്സഗണൽ ആകുമ്പോൾ
6 ആണ്. ഡയമെൻഷനിലാകുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. സ്ക്വയറിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ക്യൂബിക് കിട്ടും. അതേപോലെ തന്നെ എന്താണ് ഹെക്സഗണലിൻ്റെ ആവുമ്പോൾ എന്താ വരിക, അവിടെ നമ്മൾ സെക്കൻഡിൽ തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് ഹോൾസ് വരും. ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ 4 സ്ഫിയേഴ്സ് ആണ്. ഒരു ടെട്രാഹെഡ്രലിൻ്റെ ഷേപ്പാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ് പറഞ്ഞാൽ ഫോംഡ് ബൈ 6 സ്ഫിയേഴ്സ് ആണ്. അതിൻ്റെ ഒക്ടാഹെഡ്രലിൻ്റെ ഷേപ്പാണ് ഉണ്ടാവുക. ഇഫ് ദർ ഇസ് n പാർട്ടിക്കിൾ, അപ്പോൾ അവിടെ എന്തുണ്ടാവും, 2n ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും, n ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യും വരും. ഓക്കെ. പിന്നെ ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്യുകയാണെങ്കിൽ എ ബി പാറ്റേൺ ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഹെക്സഗണൽ ക്രോസ് പാക്കിംഗ് എന്ന് പറയും. മെഗ്നീഷ്യം, സിങ്ക് പോലുള്ള എലമെൻറ്റ്സ് ആണ് അത് കാണിക്കുന്നത്. അതേ സമയത്ത് ഒക്ടാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്യുകയാണെങ്കിൽ എ ബി സി ടൈപ്പാണ്. പിന്നെ ഫേസ് സെൻറ്റർ ക്യൂബിക് എന്ന് പറയും. മെർക്കുറി, കോപ്പർ പോലുള്ള എലമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുക, ഇത് കാണിക്കും. ഓക്കെ. നെക്സ്റ്റ് ഈസ് പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ഫിയേഴ്സിനെയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ 100% നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര ഫ്രാക്ഷൻ ടോട്ടൽ അവൈലബിൾ സ്പേസിൻ്റെ, അതായത് ഇപ്പോൾ ഒരു ക്യൂബ് എടുക്കുന്നുണ്ടെങ്കിൽ ക്യൂബിൻ്റെ എത്ര പാർട്ട് ഇത് പാക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളെന്ത് പറയുന്നത്, അതിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ. അതായത് ടോട്ടൽ സ്പേസ് ഫ്രാക്ഷൻ ഓഫ് സ്പേസ് പാക്ക് ബൈ പാർട്ടിക്കിൾസ്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പാക്കിംഗ് ഫ്രാക്ഷൻ. അപ്പോൾ നമ്മളെങ്ങനെ കാണാം, സാധാരണ പാക്കിംഗ് ഫ്രാക്ഷൻ കാണുന്നത് എങ്ങനെയായിരിക്കും, volume of spheres divided by total volume. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണാം, പാക്കിംഗ് ഫ്രാക്ഷൻ കാണാം. അപ്പോൾ ഓരോന്നിൻ്റെ കേസിലും അതിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയണം. പാക്കിംഗ് ഫ്രാക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, അതിൻ്റെ എഡ്ജ് ലെങ്ത്തും ആ റേഡിയസും തമ്മിലുള്ള റിലേഷൻ അറിയണം. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓരോന്നിനും, അതായത് FCC, BCC ആൻഡ് സിമ്പിൾ ക്യൂബിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ R and radius and edge length and the packing fraction. Okay. FCC ആകുമ്പോൾ നമ്മളത് വരച്ചിട്ട് കാണണം. ഒരു FCC ക്യൂബ് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്താണ് എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ R is equal to A/2√1. BCC ആണെന്നുണ്ടെങ്കിൽ R is equal to √3/4 AR. സിമ്പിൾ ക്യൂബിക് ആകുമ്പോൾ എന്താണ് R is equal to A/2. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ പാക്കിംഗ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഇല്ലേ, വോളിയം ഓഫ് സ്ഫിയേഴ്സ് നിങ്ങൾക്കറിയാം 4π3πr³ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് എന്താ A³. ആ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഈ റിലേഷനിലുള്ള 6 സബ്സ്റ്റിറ്റ്യൂട്ട്, എക്ക് പകരം 6ൻ്റെ ടേംസിലേക്കാക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് പാക്കിംഗ് ഫ്രാക്ഷൻ പറഞ്ഞാൽ 74% ആണ് FCCൻ്റെ കേസിൽ, BCC ആണെങ്കിൽ 68% ആൻഡ് സിമ്പിൾ ക്യൂബിക് ആകുമ്പോൾ 52.4%. ഓക്കെ. പാക്കിംഗ് ഫ്രാക്ഷൻ 74% ആണ് FCCൻ്റെ കേസിൽ, BCC ആകുമ്പോൾ 68 ആണ്, സിമ്പിൾ ക്യൂബ് ആകുമ്പോൾ എന്താണ് 52.4% ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഈ റിലേഷൻ അറിയാം. പിന്നെ പാക്കിംഗ് ഫ്രാക്ഷൻ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ പാട്ട് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫൈൻഡ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ എക്സും വൈയും ഉള്ളൊരു കോമ്പൗണ്ട് ഉണ്ട്. ആ എക്സും വൈയും ഉള്ളൊരു കോമ്പൗണ്ടിനകത്ത് എക്സ് occupy FCC and Y occupy all the octahedral points. Find the formula of the compound. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമുക്കറിയാമെങ്കിൽ എക്സ് പറഞ്ഞാൽ തന്നിട്ടുള്ളത് എന്താ, FCC. അപ്പോൾ FCCയിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്, FCC പറഞ്ഞാൽ ഫസ്റ്റ് ഓർക്കുക, ഈ കണ്ടീസ് 4 പാർട്ടിക്കിൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. എന്തുണ്ട് 4
പാർട്ടിക്കിൾ ഉണ്ട്. പിന്നെ ഇവിടെ തന്നത് എന്താ? ഒക്ടാഹെഡ്രലാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ n ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്. അപ്പോൾ 4 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? 4 ഒക്ടാഹെഡ്രൽ വോയിഡ്സ് അവിടെ എന്താണ്? പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തുണ്ട്? എക്സ് 4 ഉണ്ട്. അപ്പോൾ എന്തുണ്ട്? y എന്തുണ്ടാവും? 4 ഉണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? എക്സ് വൈ. ഇങ്ങനത്തെ ന്യൂമറിക്കൽസ് ആണ് എന്ത് ചെയ്യുക? ഈ പാർട്ടിന്ന് വരും. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്ന് ന്യൂമറിക്കൽസിൽ വേറെ ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് ഫൈൻഡ് ദ ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി അറിയണമെങ്കിൽ ഒരു ഡെൻസിറ്റി ഇക്വേഷൻ ഉണ്ട്. ഡെൻസിറ്റി ഇക്വേഷൻ നിങ്ങൾക്ക് ഡെൻസിറ്റി പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് പറഞ്ഞാൽ നമ്മൾ മോളാർ മാസിൻ്റെ ടേംസിൽ എങ്ങനെ ഇതാ? എം ബൈ എൻ എ, where m is the molar mass. Okay, n is the Avogadro number. N is the Avogadro number. Volume cube ന്റെ കേസിൽ എന്താണ്? a cube അല്ലേ? അപ്പോൾ നമുക്ക് എമ്മിന് പകരം എന്ത് ചെയ്യാം? n എഴുതാം അല്ലേ? അപ്പോൾ ഡെൻസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ചെയ്യാൻ പറ്റും m by n into a cube അല്ലേ? അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ നമ്മളൊരു ക്യൂബിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ളതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ FCC ആണെങ്കിൽ 4 ആണ്, BCC ആണെങ്കിൽ എന്താണ്? 2 ആണ്, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 1 ആണ്. അപ്പോൾ ഇതിനെന്ത് വേണം? Z പറഞ്ഞാൽ നമ്പർ ഓഫ്, ഇതിനെയാണ് നമ്മളെന്ന് പറയാം ഡെൻസിറ്റി ഇക്വേഷൻ പറയാം. D പറഞ്ഞാൽ Z by n a cube. Z is a number of particle, m is the molar mass, n is Avogadro number and a is the edge length. Okay, ഇതിനെയാണ് എന്താ പറയുക? ഡെൻസിറ്റി ഇക്വേഷൻ നമ്മൾ പറയുന്നത്. ജസ്റ്റ് ന്യൂമറിക്കൽസിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനിയുള്ളത് ഡിഫെക്ട്സ് ആണ്. ഈ ചാപ്റ്ററിൽ ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിഫെക്ട്സ് പറഞ്ഞാൽ defects or imperfections. Defects or imperfection. Perfect പറഞ്ഞാൽ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഉണ്ടെങ്കിൽ നമ്മളെന്താ പറയുക? പെർഫെക്റ്റ്. ഇംപെർഫെക്ഷൻ പറഞ്ഞാൽ എനി സ്മോൾ ചേഞ്ച്, അതിനാണ് എന്താ പറയുക? ഇംപെർഫെക്ഷൻ. അങ്ങനെ തന്നെ പറയാം ഡിഫെക്ട്സ് പറയാം. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയ എന്ത് വരും? പ്രോബ്ലംസ് വരും. അതിനാണ് നമ്മൾ ഡിഫെക്ട്സ് പറയാം. ഡിഫെക്ട്സ് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. പോയിന്റ് ഡിഫെക്റ്റും ലൈൻ ഡിഫെക്റ്റും. പേരിൽ തന്നെ എന്താ മനസ്സിലാവുക? പോയിന്റ് ഡിഫെക്റ്റ് പറഞ്ഞാൽ എന്താ? പോയിന്റ്സിലാണ് ഉണ്ടാവുക. ഓരോ പോയിന്റ് ഓരോ പാർട്ടിക്കിളിൻ്റെ സ്ഥലത്ത് നിന്ന് മിസ്സാവുക അല്ലെങ്കിൽ എക്സ്ട്രാ വരിക. അതിനാണ് നമ്മൾ പോയിന്റ് ഡിഫെക്റ്റ്. ലൈൻ ഡിഫെക്റ്റ് പറഞ്ഞാൽ ക്രിസ്റ്റലിൽ മൊത്തമായിട്ട് എന്തുണ്ടാവും? ഒരു ലൈനിൽ എന്ത് ചെയ്തിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. എങ്ങനെയാണ് പറയാം? ലൈൻ ഡിഫെക്റ്റ് പറയാം. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇത് മാത്രമാണ്, പോയിന്റ് ഡിഫെക്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ പോയിന്റ് ഡിഫെക്റ്റിൻ്റെ മീനിങ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ് നിങ്ങൾക്ക് അറിയുന്ന സ്റ്റോഷിയോമെട്രി ഒക്കെ നിങ്ങൾ +1 പഠിച്ചതാണ്. സ്റ്റോഷിയോമെട്രി പറഞ്ഞാൽ എന്താ? ആ മോളിക്യൂൾസിലുള്ള അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിലുള്ള അതിൻ്റെ ആനുവലും കാറ്റോണും തമ്മിലുള്ള റേഷ്യോ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയി നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഒരു ഡിഫെക്റ്റ് അതിൻ്റെ സ്റ്റോഷിയോമെട്രിനെ എഫക്റ്റ് ചെയ്യുന്നു. 2 രീതിയിൽ വരാം. ഒന്നുകിൽ സ്റ്റോഷിയോമെട്രിനെ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഡിഫെക്ട്സ് ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതതിൻ്റെ സ്റ്റോഷിയോമെട്രിനെ ചേഞ്ച് ചെയ്യില്ല. ഒരു തരത്തിലും എന്ത് ചെയ്യില്ല. അതിൻ്റെ സ്റ്റോഷ്യോ, അതായത് കാറ്റയോൺ ആനിയോണിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 2 ടൈപ്പ് വരും. ഒന്ന് വേക്കൻസി ഡിഫെക്റ്റും രണ്ടാമത്തേതാണ് ഇൻഡസ്ട്രിഷ്യൽ ഡിഫെക്റ്റ്. അതായത് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ് പറഞ്ഞാൽ ഡസ് നോട്ട് അഫക്ട് ദ സ്റ്റോഷിയോമെട്രി ഓഫ് എ കോമ്പൗണ്ട്. 2 ടൈപ്പാണ്, വേക്കൻസി ഡിഫെക്റ്റ് ആൻഡ് ഇൻഡസ്ട്രിഷ്യൽ ഡിഫെക്റ്റ്. വേക്കൻസി ഡിഫെക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന പോലെ എന്തായിരിക്കും? വേക്കൻസിയാണ്, എന്ത് ചെയ്യാണ്? മിസ്സാവണം. അവിടുന്ന് വേക്കൻ്റ് ആവണം, പോവാണ്. ശരിക്കും നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് എന്താണ്? പോവാണ്. ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറി അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലേക്ക് മൂവ് ചെയ്യാം.
അതിനാണ് പറയാം ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് പറയാം. ഇപ്പം ഇത് നമ്മൾ നോൺ അയോണിക് കോമ്പൗണ്ട്സിന് നമ്മൾ കോമൺ ആയിട്ട് വേക്കൻസി ഡിഫക്റ്റിന് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് എന്ന് പറയും. വേക്കൻസി പറഞ്ഞാൽ വേക്കൻ്റ് ആകാണ് ആ സ്പേസ്. ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരികയാണ്. ഇങ്ങനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളൊരു ഏതെങ്കിലും ഒരു എ ബി ഒരു കോമ്പൗണ്ട് എടുക്കുന്നു. അപ്പോൾ 10 A ഉണ്ട്, 10 B ഉണ്ട്. അങ്ങനെ മോളിക്യൂളാ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഒരു എയും ഒരു എ പോയി എന്ത് സംഭവിക്കുക? 9 A ഉണ്ട്, 10 B ഉണ്ട്. റേഷ്യോ മാറിയത്. അതേ സമയത്ത് എയും ബിയും ഈക്വലായി പോയ 9 A ഉണ്ട്, 9 B ഉണ്ട്. റേഷ്യോ എന്താണ്? 1:1 തന്നെയാണ്, നോ ചേഞ്ച്. ഇങ്ങനത്തെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇത് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. ഇത് സ്റ്റോഷിയോമെട്രിനെ ചേഞ്ച് ചെയ്യുന്ന ഡിഫക്റ്റ്, അതായത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, എന്താണ് നോൺ സ്റ്റോഷിയോമെട്രിക്? അതായത് സ്റ്റോഷിയോമെട്രിനെ ചേഞ്ച് ചെയ്യാത്ത ഡിഫക്ട്സിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് പറയാം. സ്റ്റോഷിയോമെട്രിനെ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്ട്സിനെ നമ്മൾ എന്ത് പറയും? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയും. നോൺ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ തന്നെ വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതേ ഡിഫക്റ്റിനെ തന്നെ നമ്മൾ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പേരിൽ വേറെ പേരിലാണ് അറിയാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫക്ട്സിൻ്റെ പേരാണ് ഷോർട്ട് ക്യൂ, ഫ്രണ്ട് വ്യൂ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കും. ഒന്നാണ് ഷോർട്ട് ക്യൂ, രണ്ടാമതാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ക്യൂ, ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഷോർട്ട് ക്യൂ ഡിഫക്റ്റ് പറഞ്ഞാൽ വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഇതെന്താ നടക്കുന്നത് വെച്ചാൽ ഡിസ്ലൊക്കേഷൻ ആണ്. ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് അതായത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ നിങ്ങൾ കൺസിഡർ ചെയ്യും. അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിലായതുകൊണ്ട് എല്ലാം മൈനസ് ആയിരിക്കും. പോസിറ്റീവ് അങ്ങനെയാണ് ഒരു ക്രിസ്റ്റൽ. ഓക്കെ, ഇവിടെ വേക്കൻസി ഡിഫക്റ്റ് പറഞ്ഞാൽ ഷോർട്ട് കീ പറഞ്ഞാൽ എന്താണ് പറയുന്നത്? വേക്കൻസി ഡിഫക്റ്റ് ആണ്. വേക്കൻസി പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിനെ എഫക്റ്റ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് എന്താ ചെയ്യുക? ഒരു പോസിറ്റീവ് അയോൺ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും മിസ്സാവും, ഒരു നെഗറ്റീവ് അയോണും കൂടി മിസ്സാവും. അതായത് ഇവിടെ നടക്കുന്നത് എന്താ? ഈക്വൽ നമ്പർ ഓഫ് cations and anions are missing ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസും ആനിയോൺസും എന്താണ്? മിസ്സിംഗ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ന്യൂട്രാലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താ? ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസും ആനിയോൺസും ഒക്കെ എന്താവും? മിസ്സാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിൽ കാറ്റിയോൺസ് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. എപ്പോഴും പോസിറ്റീവ് ചാർജിലേക്ക് എന്തുണ്ടാവാം? സൈസ് കുറവുണ്ടാവും. അതുകൊണ്ട് നോർമലി ഇൻഡസ്ട്രിയൽ സൈസിലേക്ക് മൂവ് ചെയ്തതാണ് കാറ്റിയോൺസ് ആണ്. അപ്പോൾ കാറ്റിയോൺസ് എന്ത് ചെയ്യും? ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിൽക്കേണ്ട കാറ്റിയോണ് ഇൻഡസ്ട്രിയൽ സൈറ്റിലേക്ക് വരും. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും? ഇതിനാണ് ഡിസ്ലൊക്കേഷൻ പോലെ. അതായത് ഏത് സ്പേസിലാണോ അത് ഉണ്ടായിരുന്നത് അവിടെ എന്തുണ്ടാക്കുമ്പോൾ അതൊരു വേക്കൻസി ഡിഫക്റ്റ് ഫോം ചെയ്യും. ഇവിടെ എന്തും ഫോം ചെയ്യും? ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ്. അപ്പോൾ ഫ്രങ്കൽ എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണ്. അതായത് ഒരു ക്രിയേറ്റ്സ് എ വേക്കൻസി അറ്റ് ദ ഒറിജിനൽ പൊസിഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ് അറ്റ് ദ എവിടെയാണ്? ഇൻഡസ്ട്രിയൽ സൈറ്റ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവുക? കാറ്റിയോൺസ് മൂവ് ടു ഇൻഡസ്ട്രിയൽ സൈറ്റ്. ഓക്കെ, അടുത്തത് ഇവിടെ നോക്ക്. ഒരേപോലെ മിസ് ചെയ്യണമെങ്കിൽ എന്താ ഉണ്ടാവേണ്ടത്? അവിടെ അതിലെന്താ വേണ്ടത്? ഈ രണ്ടും ഒരേപോലെ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു കവറിൽ നിങ്ങൾ ഓറഞ്ചും നാരങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹോളുണ്ടെങ്കിൽ ആദ്യം ഇതാ പുറത്ത് പോവാം, ലെമൺ അല്ലേ? അതേപോലെ തന്നെ ഈക്വൽ സൈസ് ആണെങ്കിൽ ഈക്വലായിട്ട് എന്ത് ചെയ്യുള്ളൂ? മിസ്സാവുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത ഇതെന്താ ഉണ്ടാവുന്നത്? സൈസ് ഓഫ് cation and anion should be similar.
സൈസ് ഓഫ് കാറ്റയോണും ആനയോണും എന്താണ് സിമിലർ ആണ്. ഇവിടെ എന്താവണം കാറ്റയോൺ സ്മോളർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കൊണ്ട് പറഞ്ഞാൽ അടുത്തത് എന്താ, ഇവിടുന്ന് മിസ്സാവുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും, ഡെൻസിറ്റിനെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. കാരണം പാർട്ടിക്കിൾസ് ആർ മിസ്സിങ്, ഡെൻസിറ്റി ഡിക്രീസസ്. ഇവിടെ എന്താണ്, ഡസ് നോട്ട് അഫക്റ്റ് ഡെൻസിറ്റി. ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്നത് എന്താണ്, എഫക്റ്റ് വിച്ച് ചേഞ്ചസ് ഡെൻസിറ്റി വിച്ച് ഡസ് നോട്ട് അഫക്റ്റ് ഡെൻസിറ്റി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ ഡെൻസിറ്റിനെ അത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ വേക്കൻസി ഷോർട്ട് ഫ്രങ്കലിൻ്റെ കേസിൽ ഷോർട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പഠിക്കണം. എക്സാമ്പിൾ പഠിക്കാൻ പറയുമ്പോൾ ഫ്രങ്കലി ഞാൻ പറഞ്ഞു ഈക്വൽ സൈസാണ് വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഈക്വൽ സൈസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് എക്സാമ്പിൾസ് വരിക NaCl വരും, KCl വരും. എന്തൊക്കെയാണ് ഇത് കാണിക്കുക, ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. പിന്നെ ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ കേസിലാണെങ്കിൽ അത് കാണിക്കുക ഇതിലാണ് AgCl, AgBr പോലുള്ള കോമ്പൗണ്ട്സ് ആണ് ഇത് കാണിക്കുക. AgI. ഇനി ഈ AgBr നിങ്ങൾ ഓർത്ത് വെക്കുക. AgBrയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൺ വേർഡിൽ ചോദിക്കുന്നതാണ്, ഇറ്റ് ഷോ ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ. ഓക്കെ, AgBr ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും, അതേപോലെ തന്നെ എന്ത് കാണിക്കും, ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കും. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും എന്തൊക്കെയാണ് പറഞ്ഞാൽ, നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് മിസ്സിംഗ് ആണ്. അതൊരു വേക്കൻസി ഡിഫൻസിറ്റ് ആണ്. കാറ്റയോൺസിനും ആനയോൺസിൻ്റെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതേപോലെ തന്നെ അതെന്താ കാണിക്കുക, അതിൽ ഡിക്രീസസ് ദ ഡെൻസിറ്റിയാണ്. ഫ്രങ്കലാവുമ്പോൾ എന്താ, കാറ്റയോൺസ് സ്മോളർ ആണ്, അതുകൊണ്ട് കാറ്റയോൺ മിസ്പ്ലേസ്ഡ് ദ ഇൻഡസ്ട്രിയൽ സൈറ്റാണ് അല്ലേ. അതിൽ ഡെൻസിറ്റിനെ അതെന്ത് ചെയ്യൂല, എഫക്റ്റ് ചെയ്യൂല. ഷോൺ ബൈ AgCl ഓരോന്നിനെയുള്ള എക്സാമ്പിൾസ് പഠിക്കാം. അതേപോലെ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക, ഷോൺ ബൈ കോമ്പൗണ്ട്സ് വിത്ത് ഹൈ കോറിലേഷൻ നമ്പർ. ഇവിടെ ഷോൺ ബൈ compounds with low correlation number. ഈ ഡിഫറൻസ് എന്തായാലും നല്ലപോലെ എല്ലാവരും പഠിക്കണം. അപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ആയിരുന്നു. ഇതായത് എന്തായിരുന്നു, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഈ രണ്ടാമത്തെ ടൈപ്പ് ഡിഫക്റ്റ് ആണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിരിക്കും. ഇതേപോലെ NaClലേക്ക് നിങ്ങൾ SrCl2 ആഡ് ചെയ്യും, വേറെ ഏതെങ്കിലും ഒരു ആറ്റ് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ NaClൻ്റെ ക്രിസ്റ്റലിൽ ഇപ്പോൾ Na+ ഉണ്ട്, Cl- Na+, Cl-, ഇങ്ങനെയുള്ളൊരു ക്രിസ്റ്റലിലേക്ക് നിങ്ങൾ Sr+ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, Cl- സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ, Sr എന്ത് ചെയ്യും, Na+നെ Srൻ്റെ കേസിൽ ഇവിടെ എന്താ Sr2+ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, രണ്ട് Na+നെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഇവിടെ Sr2+ വരും. അപ്പോൾ ഇവിടെ ഒരു പൊസിഷനിൽ എന്ത് വരും, ഒരു വേക്കൻസി വരും. ഇങ്ങനത്തെ ഡിഫക്റ്റിനാണ് എന്ത് പറയുക, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് പറയും. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആറ്റങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കണ്ടക്ടിവിറ്റി കിട്ടാനൊക്കെ വേണ്ടി നമ്മൾ സെമി കണ്ടക്ടേഴ്സിലൊക്കെ ഡോപ്പിംഗ് ഒക്കെ നടത്തുന്നത് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ പലതിനും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഈ തേർഡ് ടൈപ്പ് ഡിഫക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഒരു കാറ്റയോൺ മിസ്സാവുക അല്ലെങ്കിൽ ഒരു ആനയോൺ മിസ്സാവുക, ഒന്നും മാത്രമേ. അതായത് സ്റ്റോഷിയോമെട്രിനെ അത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ ഡിഫക്ട്സിനാണ് എന്ത് പറയുക, നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് പറയും. അത് രണ്ട് ടൈപ്പാണ് വരിക. ഒന്ന് മെറ്റൽ എക്സസ്, രണ്ടാമത്തത് മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ എക്സസ് പറഞ്ഞാൽ എന്താ, മെറ്റൽ എക്സ്ട്രായിട്ട് വരും. ഇങ്ങനെയാണ് ഇത് പറയുന്നത് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ്.
അപ്പോൾ മെറ്റൽ എക്സ്ട്രാ ആയിട്ട് വരണമെങ്കിൽ രണ്ട് പോസിബിലിറ്റിയാണ്. ഇങ്ങനെയൊക്കെ വരാം, ഇങ്ങനെ ഒരു മെറ്റൽ എക്സസ് ആയിട്ട് വരും. ഇവിടെ മെറ്റൽ എക്സസ് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒരു ആനയോൺ എന്ത് ചെയ്യണം, മിസ്സാകണം. അതായത് മെറ്റൽ എക്സസ് ഡ്യൂ ടു ആനയോൺ മിസ്സിങ്. ഇപ്പോൾ നിങ്ങളൊരു NaCl എടുക്കുക, അതായത് 10 Na+ ഉണ്ട്, 10 Cl- ഉണ്ടെങ്കിൽ ഒരു Na+ മിസ്സാണ്, ഒരു ആനയോൺ മിസ് ചെയ്യാണ്. അതായത് ഒരു Cl- പോയി, 9 Cl- ഉണ്ട്, 10 Na+ ഉണ്ട്. അപ്പോൾ അവിടെ മെറ്റൽ എക്സസ് ആയി. അങ്ങനെയാണ് ഇത് പറയാം, മെറ്റൽ എക്സസ് ഡ്യൂ ടു ആനയോൺ മിസ്സിങ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഇതുപോലെ വരുമ്പോൾ എങ്ങനെ വരാം, എക്സ്ട്രാ ആയിട്ട് ഒരു ആനയോൺ വരും, അതായത് എക്സ്ട്രാ കാറ്റയോൺ. അതായത് എക്സ്ട്രാ ആയിട്ട് എന്ത് വരികയാണ്, ഒരു Na+ വരും. അപ്പോൾ എന്തായി, 11 Na+ ആയി. അപ്പോൾ എന്തായി, ചേഞ്ച് ചെയ്യും. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വരും രണ്ട് രീതിയിലാണ്. അപ്പോൾ ഒന്ന് ആനയോൺ മിസ്സിംഗ് ആവാം, രണ്ടാമത്തത് എന്താണ്, എക്സ്ട്രാ കാറ്റയോൺ. എക്സ്ട്രാ കാറ്റയോൺ എവിടെ വരാം, ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ. ഓക്കെ, മെറ്റൽ ഡെഫിഷ്യൻസി ആണ് അതേപോലെ തന്നെ വരാം. എന്ത് വരാൻ പറ്റും, ആനയോൺ മിസ് ആണെങ്കിൽ പകരം എന്താ പറയാൻ മതി, ഒരു മെറ്റൽ മിസ് ആവാം. ഇനി കാറ്റയോൺ, മെറ്റൽ നമ്മളോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, കാറ്റയോൺ ആണ്. പിന്നെ ഉള്ള പോസിബിലിറ്റി എന്താ, ആനയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വരും. ആനയോൺ പറഞ്ഞാൽ എപ്പോഴും ബിഗർ ആയിരിക്കും, അതുകൊണ്ട് കോമൺലി എവിടെ വരില്ല, ആനയോൺ ഇൻഡസ്ട്രീഷ്യലിൽ വരില്ല. അതുകൊണ്ട് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് മെയിൻലി 3 വരിക. ഒന്ന് മെറ്റൽ എക്സസ് ഡ്യൂ ടു ആനുവൽ മിസ്സിംഗ്, മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽ, ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ മിസ്സിങ്ങോ ആനുവൽ മിസ്സിങ്ങോ. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്ന് പഠിക്കണം, ഓരോന്ന് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ വിശദമായിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് മെറ്റൽ എക്സസ് ഡ്യൂ ടു ആനുവൽ മിസ്സിംഗ്. ഓക്കെ, മെറ്റൽ എക്സസ് ടു ആനുവൽ മിസ്സിംഗ് ആണ്. അത് മെയിനായിട്ട് കാണിക്കുക ആൽക്കലി മെറ്റൽസ് ആണ്, ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന NaCl എടുക്കുക. NaCl എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ NaCl നിങ്ങൾ എണ്ണയുടെ വേപ്പറിൽ ഹീറ്റ് ചെയ്യും. എണ്ണയുടെ വേപ്പറിലെ ക്രിസ്റ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ എണ്ണ എന്താകും, ലോ അയണൈസേഷൻ എനർജി ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് Na++ 1 ഇലക്ട്രോൺ ആയിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ഈ അയോൺ എന്തായി, Na+ ആയി. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് എന്ത് വെച്ചാൽ ഈ Na+ ഒന്നൊരു Cl- അങ്ങോട്ട് പുറത്തേക്ക്. അപ്പോൾ അവിടെ എന്തുണ്ടായി, ഒരു ആനയോണ്ടൊരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ആൽക്കലി മെറ്റൽ ഹാലൈഡ് നമ്മളൊരു ആൽക്കലി മെറ്റലായിട്ട് ഹീറ്റ് ചെയ്താൽ അതെന്തായിട്ട് മാറും, അത് Na+ ആവും. കാരണം ലോ അയണൈസേഷൻ എനർജി ഉള്ളത് അതുകൊണ്ട് അത് ഈ ക്രിസ്റ്റലിനൊരു Cl- അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ അവിടെ നിന്നും ഒരു ആനയോൺ വേക്കൻസി വന്നു. അപ്പോൾ ഈ ക്രിസ്റ്റലിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ എന്തായി, ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ഇലക്ട്രോൺ എന്ത് വരും, ആ പൊസിഷന് ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺസ് ഗിവ് കളർ ടു ദ ക്രിസ്റ്റൽ. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്യും, ഹയറിലേക്ക് പോകാൻ വേണ്ടത്. തിരിച്ച് വരുമ്പോൾ ഒരു സ്പെസിഫിക് എനർജി പുറത്തേക്ക് വിടും. ഏത് എനർജിയാണോ അത് വിടുന്നത് അതിനനുസരിച്ചിട്ടുള്ള കളറായിട്ട് അതെന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും, അപ്പിയർ ചെയ്യും. അപ്പോൾ ഇതിനെ എന്താ നമ്മൾ പറയാം, ഇനിയാണെന്ന് പറയാം നമ്മൾ ഈ കളർ സെൻറ്റർ എന്ന് പറയുന്നത്. കാരണം എന്താ, ഇറ്റ് ഗിവ് കളർ ടു ദ ക്രിസ്റ്റൽ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണത് F സെൻറ്റർ. അപ്പോൾ F സെൻറ്ററിൻ്റെ ഒറ്റ വേർഡ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ആനയോണിക് വേക്കൻസി occupied by electrons. അപ്പം വാട്ട് ഈസ് എഫ് സെൻറ്റർ അല്ലെങ്കിൽ കളർ സെൻറ്റർ പറഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ആനയോണിക് വേക്കൻസി ഉണ്ടാവും. ഈ ആനയോണിക് വേക്കൻസീസ് ആർ occupied by electrons which give the color to the crystal. അപ്പോൾ ഏത് ആൽക്കലി മെറ്റൽ ഹാലൈഡ് ആണോ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ എന്ത് ചെയ്യും, കിട്ടും. അതായത് ഇപ്പോൾ NaCl ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ വേണ്ടി യെല്ലോ, LaCl ആണെങ്കിൽ അതിന് പിങ്ക് കളറായിരിക്കും, KCl ആണെങ്കിൽ അതിനെന്താ ഉണ്ടാവുക, ലൈലാപ്പോൾ വയലറ്റ് കളറാണ് ഇതിന് ഉണ്ടാവുക. അപ്പോൾ മനസ്സിലായല്ലോ, മെറ്റൽ എക്സസ് ഡ്യൂ ടു ആനുവൽ മിസ്സിംഗ് ആണ്. ആനുവൽ മിസ്സിംഗ് പറഞ്ഞാൽ ഒരു
ആൽക്കലി മെറ്റൽസിന് നമ്മൾ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സിന് ആൽക്കലി മെറ്റൽ ഒരു ഹീറ്റ് ചെയ്യുമ്പോൾ അത് അയണൈസേഷൻ എനർജി കുറവായതുകൊണ്ട് അത് അയോണായിട്ട് മാറും. ഈ അയോൺ എന്നൊരു ആനയോൺ എടുക്കും. അപ്പോൾ ഒരു ആനുവൽ വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ഈ ആനുവൽ വേക്കൻസി ഒക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺ അത് ആ ക്രിസ്റ്റലിന് എന്ത് ചെയ്യും? കളർ കൊടുക്കും. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ യെല്ലോ കൊടുക്കും, ലിഥിയം ക്ലോറൈഡ് ആണെങ്കിൽ പിങ്ക് കൊടുക്കും, KCl ആണെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ വയലറ്റ്. ഓക്കെ, കളറ് കൊടുക്കും. ഇതിനെ എന്താ പറയുക? സെൻറ്റർ അല്ലെങ്കിൽ കളർ സെൻറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് എന്താ? മെറ്റൽ എക്സസ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ. അതായത് ചില മെറ്റൽസിൻ്റെ കേസിൽ ZnO പറഞ്ഞാൽ അതിനൊരു വൈറ്റ് കളറാണ്. ZnO പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ പൗഡറാണ്. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അതെന്താണെന്ന് വെച്ചാൽ Zn2+ പ്ലസ് ഹാഫ് O2 പ്ലസ് 2 ഇലക്ട്രോണായിട്ട് മാറും. ഇഫ് വി ഹീറ്റ് ZnO അതെന്ത് ചെയ്യും? എന്നിട്ട് ഈ കളർ ക്രിസ്റ്റലിൻ്റെ കളർ എന്തായിട്ട് മാറും? അത് യെല്ലോ ആയിട്ട് മാറും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ പറഞ്ഞാൽ എന്താണ്? ദിസ് ഗ്യാസാണ്. ഹീറ്റ് ചെയ്യുമ്പം യെല്ലോ ആയി മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? എക്സ്ട്രാ Zn2+ വരും. ഈ Zn2+ എവിടെ പോയി ഒക്യുപ്പൈ ചെയ്യും? അപ്പോൾ ZnOൻ്റെ ഈ ക്രിസ്റ്റലിൻ്റെ കേസിലുള്ള ക്രിസ്റ്റലിൻ്റെ കേസിൽ ഈ വരുന്ന എക്സ്ട്രാ വരുന്ന Zn2+ ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ എന്തെങ്കിലും ഒക്യുപ്പൈ ചെയ്യും. അതായത് എക്സസ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ. അപ്പോൾ എന്തായാലും രണ്ട് പോസിറ്റീവ് ചാർജ് എക്സസ് ഉണ്ട്. അപ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും രണ്ട് സൈറ്റിൽ എന്തും വരും? ഇലക്ട്രോൺസ് വരും. ഇങ്ങനെ ഇലക്ട്രോൺസ് വന്നാൽ എന്താ പ്രത്യേകത? അത് കളേർഡ് ആകും. ഈ Zn എന്തായിട്ട് മാറും? യെല്ലോ കളേർഡായിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തേതാണിത് മെറ്റൽ എക്സസ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ. അപ്പോൾ ചില കോമ്പൗണ്ട്സ് ZnO പോലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ഹീറ്റ് ചെയ്താൽ ഇത് വൈറ്റ് പൗഡറാണ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? യെല്ലോ ആയിട്ട് മാറും. യെല്ലോ ആയിട്ട് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനെ എസ്കേപ്പ് ചെയ്യും. അപ്പോൾ അവിടെ എക്സ്ട്രാ വരുന്ന Zn2+ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യും. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിന് എന്താവാൻ വേണ്ടി? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേറെ രണ്ട് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഇലക്ട്രോൺസ് വരും. വിച്ച് ഗിവ് കളർ ടു ദ ക്രിസ്റ്റൽ. അതിനെ എന്തായിട്ട് മാറ്റും? അത് യെല്ലോ ആയിട്ട് മാറ്റും. ഈ ലാസ്റ്റത്തെ ടൈപ്പ് ഡിഫക്റ്റ് ആണെന്ന് മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് മെയിനായിട്ട് കാണിക്കുക ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ Fe2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ Fe2+ ഉണ്ട്, O2 Fe2+. അപ്പോൾ ഇതെന്താ മെറ്റൽ ഡെഫിഷ്യൻസി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് ഒരു മെറ്റൽ ഇതാവണം. അപ്പോൾ ഇവിടെ ഒരു Fe2+ പോയി. Fe2+ നമുക്ക് എന്താ ആനിമൽസ് പോയാൽ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോൺസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് അത് പോസിബിൾ അല്ല. അപ്പോൾ എന്താ ചെയ്യുക? നൈബറിംഗ് ആയിട്ടുള്ള രണ്ട് ആറ്റംസ് എന്തായിട്ട് മാറും? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകും. 3+ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. രണ്ട് പോസിറ്റീവ് ചാർജ് കൂടി ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ഏതിൻ്റെ കേസിലാണ്? ഡി ബ്ലോക്കിൻ്റെ കേസിലാണ്. സോ ഈ ഡെഫിഷ്യൻസി മെയിനായിട്ട് കാണിക്കുക ഏതാണ്? ഏതാ കാണിക്കുക? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് കാണിക്കുക.